ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടിയുടെ കൂടെ പഴമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം നന്നായിട്ട് പഴുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മീഡിയം പഴുപ്പുള്ള പഴം വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് നെയ്യിലിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് ഒരല്പം ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ 2 പഴവും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരുന്നു. ഇനി നമുക്കിത് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഉരുകി വരുമ്പോൾ ഈ പഴം നന്നായിട്ട് തന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പഴം ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതേ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണിത് കറക്റ്റ് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മധുരപലഹാരമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് കൂടി പോകരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ 4 പൊട്ടിച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി ഗോതമ്പ് പൊടി അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ 4 മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും, ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ ഈ ഒരു സമയത്ത് 2-3 ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് തയ്യാറാക്കിയുള്ള മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അതല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാനൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കിതിൽ അല്പം നെയ്യാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് 1-2 തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് അതൊരു 1/2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഒരല്പം നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ മുട്ട വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഴം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴം കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരമൊക്കെ ഇതൊന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട മിക്സൊക്കെ ഒരുപാട് നേരം വേവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പാകത്തിലുള്ള ആ ഒരു വേവാവുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമതായിട്ടും ഗോതമ്പ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മുട്ട മിക്സ് ഒഴിക്കുക, പഴത്തിൻ്റെ ഫില്ലിങ് വെച്ചെടുക്കുക. അങ്ങനെ വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ലെയറായിട്ട് ഞാനിതിവിടെ മുഴുവനായിട്ടും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് മാത്രം നെയ്യൊന്നും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മുട്ട മിക്സിൻ്റെ മേലെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴമൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് വാട്ടിയെടുത്തതാണല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ മുഴുവനായിട്ടും ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലെയറായിട്ട് 2 മാവും തീരുന്നത് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ തീരെ ചെറിയ തീയിൽ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തീനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളത് കരിയാതെ ശ്രദ്ധിക്കണം. ഏറ്റവും കുഞ്ഞു തീ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലാവും. ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം വേണം ഇത് പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ചൂടാറിയ സമയത്ത് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അടിഭാഗമൊന്നും കരിയാതെ നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ മുകൾ ഭാഗം നല്ല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകൾ ഭാഗം മൊരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം നെയ്യാക്കിയിട്ട് മുകൾ ഭാഗം കൂടെ അതുപോലെ തന്നെ മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ചൂടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒരു തവണ അത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്